ഇന്ത്യയോട് മുട്ടി കനത്ത തിരിച്ചടിയേറ്റ പാകിസ്ഥാൻ വീണ്ടും പ്രകോപന പ്രസ്താവനയുമായി രംഗത്ത്. കശ്മീർ വിഷയത്തിലാണ് വീണ്ടും പ്രകോപന പ്രസംഗവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ രംഗത്ത് വന്നത്. ജമ്മു കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിയമപരമായ പോരാട്ടത്തെയാണ് ഭീകരവാദമായി മുദ്ര കുത്തുന്നതെന്ന് അസീം മുനീർ പറഞ്ഞു. പോരാട്ടത്തിൽ കശ്മീരിലെ ജനങ്ങളുടെ ഒപ്പം പാകിസ്ഥാൻ നിൽക്കുമെന്ന് അസീം മുനീർ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയതിന്റെ ക്ഷീണം മാറും മുമ്പാണ് അസീം മുനീറിന്റെ പ്രകോപന പ്രസ്താവന. കറാച്ചിയിലെ പാകിസ്ഥാൻ നാവികസേന അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിനിടയിലായിരുന്നു അസീം മുനീറിന്റെ വിവാദ പ്രസ്താവന. ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായ മറുപടി നൽകുമെന്നും അസീം മുനീർ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിയമപരമായ പോരാട്ടത്തെയാണ് ഇന്ത്യ തീവ്രവാദമായി ചിത്രീകരിക്കുന്നത്. കശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹത്തെ അടിച്ചമർത്താനും പരിഹാരത്തിന് പകരം സംഘർഷം അവസാനിപ്പിക്കാനും ശ്രമിക്കുന്നവർ ഈ പോരാട്ടത്തെ കൂടുതൽ പ്രസക്തമാക്കുകയാണ്, അസീം മുനീർ അവകാശപ്പെട്ടു. കശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിൽ കശ്മീർ വിഷയത്തിൽ ഒരൊറ്റ പ്രമേയം കൊണ്ടുവരണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ സിരയാണെന്നാണ് നേരത്തെ അസീം മുനീർ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രകോപന പ്രസംഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരും ലഡാക്കും എന്നും എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ അവിഭാജ്യമായി തുടരുമെന്ന് ഇന്ത്യ പലപ്പോഴായി പാകിസ്ഥാനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിനു ശേഷം പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിച്ചിരുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിനിടെ അസീം മുനീർ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം അവസാനിപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണിപ്പോൾ വീണ്ടും പ്രകോപന പ്രസംഗവുമായി പാക് സൈനിക മേധാവി രംഗത്തെത്തിയത്. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു വീഴുന്ന സമയത്താണ് അസീം മുനീറിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. വസീറിസ്ഥാൻ, ബലൂചിസ്ഥാൻ, ഖൈബർ പത്തൂൺഖ എന്നിവിടങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് പൗരന്മാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ പഴയ തന്ത്രമാണ് കശ്മീർ കാർഡ്. നേരത്തെ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിലും അസീം മുനീർ പങ്കെടുത്തിരുന്നു. തഹ്രീക് ഇ താലിബിന്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട പാക് സൈനികർ മേജർ സയ്യിദ് മൊയ്സ് അബ്ബാസ് ഷായോട് തങ്ങളെന്നും കടപ്പെട്ടിരിക്കുമെന്ന് അസീം മുനീർ പറഞ്ഞു. 2019 ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ പാക് സൈനിക ഉദ്യോഗസ്ഥനാണ് മേജർ സയ്യിദ്. അബ്ബാസ് ഷാ രാജ്യത്തിനായി മികച്ച പോരാട്ടവും പ്രതിരോധവുമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. രാജ്യമാകെ അദ്ദേഹത്തെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു. ഈ രാജ്യം എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, അസീം മുനീർ പറഞ്ഞു.